ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇത് കരിമ്പാണ്. കരിമ്പ് കാണുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് അതിൻ്റെ മധുരത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആ കരിമ്പിൻ്റെ തണ്ടിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? കൃത്യമായ അകലങ്ങളിൽ വിഭജിക്കപ്പെട്ട അതിൻ്റെ സന്ധികൾ നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന നട്ടെല്ലുമായിട്ടുള്ള അതിൻ്റെ രൂപസാദൃശ്യത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രകൃതിയുടെ വലിയൊരു അടയാളം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി വെറും ഒരു കാഴ്ചയല്ല, നമുക്കുള്ള പല നിർദ്ദേശങ്ങളും നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ചില സസ്യങ്ങൾക്കും ഫലങ്ങൾക്കും മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളോടുള്ള അത്ഭുതകരമായ രൂപസാദൃശ്യം അതൊരു യാദൃശ്ചികത അല്ല, പ്രകൃതി നമുക്ക് നൽകുന്ന സൂചനകളാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രത്യേക അവയവങ്ങൾക്കും ആരോഗ്യവും പ്രവർത്തനക്ഷമതയും നിലനിർത്താൻ ആ അവയവത്തിനോട് ഏതെങ്കിലും തരത്തിൽ സാദൃശ്യമുള്ള സസ്യത്തിനോ കായ്ക്കനികൾക്കോ കഴിയുമെന്ന വലിയൊരു അറിവിൻ്റെ സൂചന. ഭാരതത്തിൽ നമ്മളുടെ പൂർവികർ ഈ അത്ഭുത പ്രതിഭാസത്തെ സ്വരൂപ എന്നാണ് വിളിച്ചത്. BC 1500-നും AD 500-നും ഇടയിൽ രചിക്കപ്പെട്ട ആയുർവേദത്തിൻ്റെ അടിസ്ഥാനമായ ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും സ്വരൂപ എന്ന ഈ ആശയത്തെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതെ, കരിമ്പ് രൂപത്തിൽ മാത്രമല്ല, ഗുണത്തിലും നമ്മുടെ നട്ടെല്ലിൻ്റെ സുഹൃത്താണ്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ നട്ടെല്ലിനും അസ്ഥികൾക്കും ബലം നൽകുന്നതാണ്. പ്രായമാകുമ്പോൾ അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം കുറയ്ക്കാനും കരിമ്പിന് കഴിയും. കരിമ്പിൽ മാത്രമല്ല, ഒരു പപ്പായ ശ്രദ്ധിച്ചു നോക്കിയാൽ സ്ത്രീകളുടെ സ്തനങ്ങളുമായി സാദൃശ്യം കാണാം. അതെ, അവിടെയും സ്വരൂപ വർക്കാകും. അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഇതിലും നല്ല പ്രകൃതിദത്ത ഫലമില്ല. അതുമാത്രമല്ല, നെടുകെ മുറിച്ചാൽ പപ്പായ നമ്മളുടെ വയർ പോലെ തോന്നും. ദഹനം കൂട്ടാനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും പപ്പായ നല്ലതാണ്. അതുപോലെ പ്രഗ്നൻ്റായ സ്ത്രീകൾ പച്ചപ്പപ്പായ കഴിക്കരുത് എന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? പച്ചപ്പപ്പായ ഗർഭപാത്രത്തിൻ്റെ മസിലുകളെ സങ്കോചിപ്പിച്ച് ഗർഭപാത്രം ചുരുക്കും. അതുകൊണ്ട് തന്നെ പ്രസവശേഷം ഗർഭപാത്രം പഴയ പോലെയാക്കാൻ പച്ചപ്പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഈ വാൾനട്ടിൻ്റെ ഉള്ളിലെ പരിപ്പൊന്ന് നോക്ക്. ഒട്ടും സംശയം വേണ്ട, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു മിനിയേച്ചറാണ് നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ആധുനിക ശാസ്ത്രം ലാബുകളിൽ ടെസ്റ്റ് നടത്തി ഉറപ്പിച്ചു പറയുന്നു, വാൾനട്ടിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നമ്മളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മക്കുറവ് മാറ്റാനും നല്ലതാണ്. തലച്ചോറിലെ കോശങ്ങളുടെ ആശയവിനിമയത്തിനും നല്ലതാണ്. അതായത് തലച്ചോറിൻ്റെ രൂപമുള്ള ഒരു വിത്ത് തലച്ചോറിന് തന്നെ ശക്തി പകരുന്നു. ഇനി നമുക്ക് തൊട്ടാവാടിയെ ഒന്ന് നോക്കാം. പുറമേ നിന്നുള്ള ഏതൊരു സ്പർശനവും പ്രകമ്പനവും അതിവേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന ഈ സസ്യത്തിൻ്റെ സ്വഭാവം നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തോടാണ് ഉപമിക്കാൻ കഴിയുക? ഒരു ഉറുമ്പ് ശരീരത്തിൽ അരിച്ചു കയറുമ്പോഴോ ചൂടുള്ള ഒരു പാത്രത്തിൽ അറിയാതെയെങ്കിലും തൊടുമ്പോഴോ ആ സ്പർശനത്തിൻ്റെ സന്ദേശം മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് തലച്ചോറിലെത്തിച്ച് പ്രതികരിക്കാൻ സഹായിക്കുന്ന നാഡീവ്യൂഹം. അതെ, നമ്മുടെ നാഡിഞരമ്പുകൾ. അതുകൊണ്ട് തന്നെ നാഡിഞരമ്പുകൾക്കുണ്ടാകുന്ന തളർച്ച മാറാനും പ്രവർത്തനം സുഗമമാക്കാനും ആയുർവേദത്തിൽ തൊട്ടാവാടി ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കരിമ്പും പപ്പായയും കഴിച്ചു നോക്കി ഗുണങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ തൊട്ടാവാടിയോ? അതൊരു ഭക്ഷണമല്ല. അതായത് കാട്ടിലെ എല്ലാ ചെടിയും കടിച്ചു തിന്നിട്ടല്ല നമ്മുടെ പൂർവികർ ആയുർവേദം എന്ന ജീവിത രീതി വികസിപ്പിച്ചെടുത്തത്. അവർക്ക് സ്വരൂപം ഒരു സൂചന മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഉപയോഗം കണ്ടെത്താൻ അവർക്ക് 5 ചെക്ക് പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതായത് കരിമ്പ് നട്ടെല്ലിനോട് സാമ്യമുണ്ട്, അതുകൊണ്ട് നട്ടെല്ലിനെ ഔഷധമായി ഉപയോഗിച്ചു. എന്നാൽ മുളയും അതേ രൂപസാദൃശ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് മുള ഒഴിവാക്കിയത്, കരിമ്പ് തിരഞ്ഞെടുത്തത്? അതിനെ ആ 5 ചെക്ക് പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ അകപ്പെടണം. ആജാനുബാഹുവായ തെങ്ങും ഹൃദയത്തെ ഓർമ്മിപ്പിക്കുന്ന വാഴക്കൂമ്പും വൃക്കകളോട് സാമ്യമുള്ള ബീൻസും കണ്ണിനോട് സാമ്യമുള്ള ക്യാരറ്റും ശ്വാസകോശം പോലെയുള്ള മുന്തിരിക്കുലയും തുടങ്ങി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പിന്നെ കുറുന്തോട്ടി തുളസി മുതൽ മറ്റനേകം സസ്യങ്ങളും ആ ചെക്ക് പോയിന്റുകൾ കടന്ന് ഔഷധമായി. കരിമ്പിനെയും മുളയെയും വേർതിരിച്ച തൊട്ടാവാടിയെയും സബോളയെയും വരെ ഔഷധമാക്കുകയും ചെയ്ത ആ ചെക്ക് പോയിന്റുകളെപ്പറ്റി നിങ്ങൾക്കറിയണോ? കമ്മ്യൂണിസ്റ്റ് പച്ച മുതൽ ചേമ്പും ചേനയും വരെ സ്വരൂപയിൽ ഉൾപ്പെടുന്നത് എങ്ങനെയെന്ന്
നിങ്ങൾക്കറിയണോ? പറയാം, അടുത്ത വീഡിയോയിൽ. ഈ സ്വരൂപ എന്ന ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.